UAE-യിൽ ഡ്രോണുകൾക്കായി പുതിയ സൈബർ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചു. സൈബർ ഭീഷണികൾക്കെതിരായ ദേശീയ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണിത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. UAE എന്ന രാജ്യത്തിന്റെ സുരക്ഷിത ഡിജിറ്റൽ പരിവർത്തനം പിന്തുണയ്ക്കുക, നൂതന ആശയങ്ങളുടെയും സാങ്കേതികവിദ്യയുടെയും ആഗോള കേന്ദ്രമായി UAE മാറ്റുക, സൈബർ ഭീഷണികൾക്ക് എതിരായ ദേശീയ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യത്തിലാണ് സൈബർ സുരക്ഷ നവീകരിച്ചത്. ഇതിനായി ഡിജിറ്റൽ പരിവർത്തനത്തിലും സൈബർ സുരക്ഷാ നവീകരണത്തിലും വൈദഗ്ധ്യം നേടിയ റീച്ച് ഡിജിറ്റലുമായും ഷീൽഡ് വർക്സുമായും സഹകരിക്കും. UAE സൈബർ സുരക്ഷാ കൗൺസിലാണ് ഈ പുതിയ മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയത്. സർക്കാർ മേഖലയിലെയും വാണിജ്യ വ്യവസായ മേഖലകളിലെയും ഡ്രോൺ പ്രവർത്തനം സുരക്ഷിതമാക്കാൻ ഈ കർശന മാനദണ്ഡങ്ങൾ സഹായിക്കുമെന്ന് UAE സൈബർ സെക്യൂരിറ്റി അറിയിച്ചു. സുരക്ഷ, കൃഷി, പാരിസ്ഥിതിക നിരീക്ഷണം മുതൽ ലോജിസ്റ്റിക്സ് വരെ വിവിധ മേഖലകളിൽ ഡ്രോൺ ഉപയോഗം വർദ്ധിപ്പിക്കും. ഇതുവഴി വ്യോമാതിർത്തി, അടിസ്ഥാന സൗകര്യ വികസനം, ഡേറ്റ സമഗ്രത എന്നിവ ഉറപ്പാക്കാനും UAEയുടെ സൈബർ സുരക്ഷാ കൗൺസിൽ ലക്ഷ്യമിടുന്നു. ജയ് ഹിന്ദ് ന്യൂസ്, അബുദാബി. First time in television history, one man's 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East This Week, only on Jai Hind TV. An Elvis Chamar TV show. Middle East This Week, Middle East beyond the headlines.